ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കിണ്ണത്തപ്പത്തിൻ്റെ അതേ രുചിയാണ് ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരം. പക്ഷേ കുറച്ചും കൂടി ഈസി ആയിട്ട് അരിപ്പൊടിയും പശുവും പാലും വെച്ചാണ് നമ്മളിത് റെഡിയാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കിണ്ണത്തപ്പത്തിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒട്ടും തരിയില്ലാത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ, വറുത്ത അരിപ്പൊടി. ഇത് ഞാൻ പാക്കറ്റിൽ വാങ്ങിയതാണ്. പുട്ടുപൊടിയൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത്, ഇത് നന്നായിട്ട് കിട്ടത്തില്ല. ഒട്ടും തരിയില്ലാത്ത പൊടി തന്നെ എടുക്കണം. പിന്നെ വേണ്ടത് 1 കപ്പ് ചൂടുവെള്ളം. ഈ അരിപ്പൊടി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തിളയ്ക്കുന്ന ചൂട് വേണമെന്നില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് ചൂടുള്ള വെള്ളം എടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് ചെറിയ ചൂട് പാല് വേണം. ഇത് പശുവും പാലാണ് കേട്ടോ, തേങ്ങാപ്പാലല്ല. അപ്പോൾ ചിലപ്പോൾ ഈ 1/4 കപ്പ് പാല് നമുക്ക് വേണ്ടി വരത്തില്ല. അതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് അളവ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ചിലർ കിണ്ണത്തപ്പം മുട്ട ഇല്ലാതെ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ എനിക്ക് മുട്ട ചേർത്തുണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റും ഒരു ടെക്സ്ചറും ഒക്കെ കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ഏലക്കയൊക്കെ വേണം, അത് ചേർക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ ആദ്യം ഒരു മിക്സി ജാറിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ചെടുത്താൽ മതി. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്ക ചേർക്കണം. ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിയാണുള്ളെങ്കിൽ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചേർക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ തോരനൊക്കെ ചേർക്കുന്ന ജീരകമാണ്. ചിലർക്ക് ഈ ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഏലക്ക മാത്രം ചേർത്താലും മതി. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അതേ പഞ്ചസാരയും ഏലക്കയും ജീരകവും കൂടി ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നല്ല നാടൻ മുട്ടയാണ് കേട്ടോ, അതാണ് ആ ഓറഞ്ച് കളറിലിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, അതിനകത്തുനിന്ന് കുറച്ച് ചേർക്കുക. ഒരു 1/2 കപ്പ് ഞാനിപ്പോൾ ഒഴിക്കുന്നുണ്ട്. ഫുൾ ഒഴിക്കേണ്ട, 1/2 കപ്പ്. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ആ മുട്ടയും ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇതുപോലെ അടിച്ചു വയ്ക്കാം. കണ്ടോ? ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് 1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം. വെള്ളം ഫുൾ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നല്ലോണം മിക്സ് ചെയ്യാം. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് ചൂടുവെള്ളം, അതാണ് കറക്റ്റ് ആയിട്ടുള്ള അളവ് കേട്ടോ. പിന്നെ ഇനി പാല് ചേർക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ആ ഒരു മാവിൻ്റെ പരുവം ശ്രദ്ധിച്ച് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അടിച്ചു വെച്ച കൂട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര, മുട്ട, ഏലക്ക, പാല്, ജീരകം, ഇതെല്ലാം കൂടി അടിച്ചതാണ്. പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഇച്ചിരി ലൂസായിട്ടുള്ളൊരു മാവായിരിക്കും. ഓക്കെ, ദോശയുടെ അപ്പത്തിൻ്റെയൊക്കെ മാവിനേക്കാളും കുറച്ചും കൂടി നല്ല ലൂസായിട്ടുള്ളൊരു മാവായിരിക്കും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ അതിൻ്റെ ഒരു പരുവം കറക്റ്റ് ആക്കാൻ വേണ്ടി വേണമെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി 1/2 കപ്പും 2 ടേബിൾ സ്പൂണും പാല്, അത്രയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിനകത്ത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇടാം. ഉപ്പ് കൂടുതൽ വേണ്ട, ജസ്റ്റ് ഒരു നുള്ളു മാത്രം. നന്നായിട്ട് മിക്സ് ചെയ്യാം. മാവ് ഉണ്ടല്ലോ നല്ല ലൂസാണ്. ഓക്കെ, ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മുട്ടയുടെ ചെറിയ ചെറിയ പീസുകളോ അല്ലെങ്കിൽ അരിപ്പൊടിയുടെ തരിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിക്കാനുള്ള എളുപ്പത്തിന് ഞാനൊരു കപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് ആ മാവ്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പം എപ്പോഴും ഒന്ന് ഈ മാവൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ആ തരി കിടക്കുമ്പോൾ കഴിക്കുമ്പോൾ അതിങ്ങനെ കടിക്കും. അപ്പോൾ ഈ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. അതിൻ്റെ സൈസ് ഒന്നും പ്രശ്നമല്ല. ആവിയിൽ വേവിക്കാൻ പറ്റുന്നത്, ചൂട് തട്ടിയാൽ കുഴപ്പമില്ലാത്ത ഏത് പാത്രം ആയാലും മതി. അപ്പോൾ എൻ്റെ ഒരു കേക്ക് ടിന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ട്. താഴെ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
എണ്ണ ആയാലും മതി, പക്ഷെ ചെറിയൊരു നെയ്യുടെ ടേസ്റ്റും കൂടി വരുമ്പം കൂടുതൽ നല്ലതാണ്. അപ്പോൾ താല്പര്യം പോലെ ചെയ്യാം കേട്ടോ. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ താഴെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. താഴെ ഒരു തട്ടും വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഈ പാൻ വെച്ച് കൊടുക്കാം. ഏതെങ്കിലും സ്റ്റീമർ ഉപയോഗിക്കാം കേട്ടോ. ഇഡലി സ്റ്റീമറൊക്കെ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാലും മതി. ഇതിനകത്തോട്ട് നമുക്ക് മാവ് ഒഴിക്കാം. ഒഴിക്കുന്നതിന് മുന്നേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അരിപ്പൊടിയൊക്കെ ആകുമ്പം താഴെ ഇങ്ങനെ അടിഞ്ഞു കിടക്കാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും അങ്ങനെ അതുപോലെ എടുത്ത് ഒഴിക്കരുത്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം പാനിലോട്ട് മാവ് ഒഴിക്കാം. അപ്പോൾ ഈ ഒരു അളവിന് നമുക്ക് 2 കിണ്ണത്തപ്പം ഉണ്ടാക്കാം. കിണ്ണത്തപ്പം അങ്ങനെ ഒത്തിരി കട്ടിക്കല്ല ഉണ്ടാക്കുന്നത്, കനം കുറവായിരിക്കും, അങ്ങനെ ഒരുപാട് പൊങ്ങിയൊന്നും വരത്തില്ല. അപ്പോൾ ഇതിൻ്റെ താഴെ കുറച്ച് കട്ടിക്ക് മാത്രം മാവ് ഒഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മാവ് വെച്ചിട്ട് 2 കിണ്ണത്തപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഒരെണ്ണം റെഡി ആവുന്നവരെ മാവ് മാറ്റി വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇരുന്നുകൊണ്ട്. അപ്പോൾ ഈ പാത്രം ഉണ്ടല്ലോ, ഈ മാവ് ഒഴിച്ചിരിക്കുന്ന പാത്രം നമ്മളൊന്ന് അടച്ചു വെക്കണം. ആവി വന്നിട്ട് കൂടുതൽ വെള്ളം, അതിൻ്റെ ഒരു ഈർപ്പം ഉള്ളിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ സ്റ്റീം ചെയ്യുന്ന പാത്രവും അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഞാനിത് വെച്ചിട്ടൊരു 25 മിനിറ്റ് ആയി. നമുക്ക് തുറന്ന് നോക്കാം. ഇത് വെന്തിട്ടുണ്ട്, പക്ഷേ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ മുകളിലൊരു ചെറിയ ഈർപ്പം പോലെ തോന്നും, കയ്യിൽ ഇങ്ങനെ വെള്ളം തട്ടുന്ന പോലെ തോന്നും. അത് കുഴപ്പമില്ല, പക്ഷേ മാവ് നമ്മുടെ കയ്യിൽ വരരുത്. കണ്ടോ, വെള്ളമാണ്, ആ ഒരു ഈർപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്ന് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. നല്ലതായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് നമുക്കിങ്ങനെ പീസുകളായിട്ട് എടുക്കാൻ പറ്റത്തില്ല, പൊട്ടിപ്പോവും. അല്ലെങ്കിലും നല്ലതായിട്ട് തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. തണുത്ത് കഴിയുമ്പം ഇതുപോലെ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ വെച്ച് ഉണ്ടാക്കുന്ന കിണ്ണത്തപ്പത്തിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ എന്ത് എളുപ്പമാണല്ലേ, തേങ്ങ ചിരകി പാലെടുത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ആ ഒരു 20-25 മിനിറ്റ് ആവിയിൽ വേവിക്കുന്ന സമയം മാത്രമേ എടുക്കുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. ഇത് കണ്ടോ എത്ര സോഫ്റ്റാന്ന് നോക്കിയേ. പിന്നെ കട്ട് ചെയ്ത് ഉള്ളു കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടില്ലേ, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഈ അരിപ്പൊടി മാത്രം ശ്രദ്ധിച്ചെടുക്കുക, ഒരിക്കലും തരിയുള്ള അരിപ്പൊടി ഉപയോഗിക്കാതിരിക്കുക. നേർമയായിട്ട് പൊടിച്ച അരിപ്പൊടി വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.